നമസ്കാരം. കേരള മനസാക്ഷിയെ ഒന്നടങ്കം നടുക്കിയ അട്ടപ്പാടി മധു വധക്കേസിൽ വിപ്ലവകരമായ വിധി പ്രസ്താവിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. മോഷണക്കുറ്റം ആരോപിച്ച് ആദിവാസി യുവാവായ മധുവിനെ ആൾക്കൂട്ടം മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിൽ 12 പ്രതികളുടെ ശിക്ഷ ഹൈക്കോടതി ജീവപര്യന്തം തടവായി ഉയർത്തി. മണ്ണാർക്കാട് വിചാരണ കോടതി പ്രതികൾക്ക് വിധിച്ചിരുന്ന 7 വർഷം തടവ് ശിക്ഷയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ജീവപര്യന്തമാക്കി ദീർഘിപ്പിച്ചത്. മധുവിന്റെ അമ്മ മല്ലിയും സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീൽ ഹർജികൾ പൂർണ്ണമായി പരിഗണിച്ചുകൊണ്ടാണ് കോടതിയുടെ ഈ നിർണായക നടപടി. പ്രതികൾക്ക് മേൽ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമത്തിലെ കടുത്ത കുറ്റങ്ങൾ കൂടി ചുമത്തിയാണ് ശിക്ഷ വർദ്ധിപ്പിച്ചത്. ജീവപര്യന്ത തടവിന് പുറമെ ഈ 12 പ്രതികളും 2 ലക്ഷം രൂപ വീതം പിഴയായും കൊടുക്കണം. വിചാരണ കോടതി വെറും 3 മാസം തടവിന് ശിക്ഷിച്ച 16-ാം പ്രതി മുനീറിന്റെ ശിക്ഷ 1 വർഷം തടവായും കോടതി ഉയർത്തിയിട്ടുണ്ട്. ഇതോടൊപ്പം മധുവിന്റെ അമ്മ മല്ലിക്ക് 30 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനും ഹൈക്കോടതി ഉത്തരവിട്ടു. 2-ാം പ്രതി മരക്കാർ, 3-ാം പ്രതി ഷംസുദ്ദീൻ, 5-ാം പ്രതി രാധാകൃഷ്ണൻ, 6-ാം പ്രതി അബൂബക്കർ, 7-ാം പ്രതി കുരിക്കുൽ സിദ്ദിഖ്, 8-ാം പ്രതി ഉബൈദ്, 9-ാം പ്രതി നജീബ്, 10-ാം പ്രതി ജൈജുമോൻ, 12-ാം പ്രതി സജീവ്, 13-ാം പ്രതി സതീഷ്, 14-ാം പ്രതി ഹരീഷ്, 15-ാം പ്രതി ബിജു എന്നിവരെയാണ് ഹൈക്കോടതി ജീവപര്യന്ത തടവിന് ശിക്ഷിച്ചത്. അതേസമയം കേസിൽ വിചാരണ കോടതി 7 വർഷത്തേക്ക് ശിക്ഷിച്ചിരുന്ന 1-ാം പ്രതി താവളം പാക്കുളം മേച്ചേരിൽ ഹുസൈനെ മതിയായ തെളിവുകളുടെ അഭാവത്തിൽ കോടതി കുറ്റവിമുക്തനാക്കി വെറുതെ വിട്ടു. കുറ്റകൃത്യത്തിൽ ഹുസൈന് നേരിട്ട് പങ്കില്ലെന്ന കണ്ടെത്തലിനെ തുടർന്നാണിത്. കേസിലെ 4-ാം പ്രതി അനീഷ്, 11-ാം പ്രതി അബ്ദുൽ കരീം എന്നിവരെ കുറ്റക്കാരല്ലെന്ന് കണ്ട് വെറുതെ വിട്ട വിചാരണ കോടതിയുടെ മുൻവിധി ഹൈക്കോടതി ശരിവെക്കുകയും ചെയ്തു. വിചാരണ കോടതി നേരത്തെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ 14 പ്രതികളിൽ 1-ാം പ്രതിയെ വെറുതെ വിട്ടതോടെ കേസിൽ ആകെ ശിക്ഷിക്കപ്പെട്ടവരുടെ എണ്ണം 13ആയി ചുരുങ്ങി. 2018 ഫെബ്രുവരി 22-നായിരുന്നു പാലക്കാട് അട്ടപ്പാടി ചിണ്ടക്കിയൂരിലെ മല്ലന്റെയും മല്ലിയുടെയും മകനായ 27-കാരൻ മധു ആൾക്കൂട്ട അക്രമത്തിനിരയായി കൊല്ലപ്പെടുന്നത്. മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചിരുന്ന മധു കാട്ടിലെ ഗുഹയിലാണ് കഴിഞ്ഞിരുന്നത്. അവിടെ നിന്നും അരിയും പലചരക്ക് സാധനങ്ങളും മോഷ്ടിച്ചെന്ന് ആരോപിച്ച ഒരു സംഘം ആളുകൾ മധുവിനെ ക്രൂരമായി പിടികൂടുകയായിരുന്നു. 2 കൈകളും പിന്നിലേക്ക് കൂട്ടിക്കെട്ടി നഗ്നനാക്കി വഴിയിലുടനീളം പരസ്യമായി വിചാരണ ചെയ്തും ക്രൂരമായി മർദ്ദിച്ചുമാണ് പ്രതികൾ മധുവിനെ മുക്കാലിലെത്തിച്ചത്. തുടർന്ന് അഗളി പോലീസിന് കൈമാറിയ മധു പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന വഴിമധ്യേ മരണത്തിന് കീഴടങ്ങിയായിരുന്നു. പ്രതികൾ തന്നെ മർദ്ദനത്തിന്റെ ചിത്രങ്ങളും ദൃശ്യങ്ങളും പകർത്തി സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചതാണ് കേസിൽ പ്രോസിക്യൂഷൻ ലഭിച്ച ഏറ്റവും വലിയ ശാസ്ത്രീയ തെളിവ്. 2018 മെയ് 20-ന് സംഭവം നടന്ന് 90 ദിവസത്തിനകം തന്നെ അഗളി പോലീസ് മണ്ണാർക്കാട് പ്രത്യേക കോടതിയിൽ 16 പേരെ പ്രതികളാക്കി കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. വലിയ പ്രതിസന്ധികളെയും ഭീഷണികളെയും അതിജീവിച്ചാണ് മധുവിന്റെ കുടുംബം ഈ നിയമ പോരാട്ടം നടത്തിയത്. 2022 ഏപ്രിൽ 28-ന് വിചാരണ ആരംഭിച്ചത് മുതൽ കേസ് അട്ടിമറിക്കാൻ വലിയ ശ്രമങ്ങൾ നടന്നു. പ്രോസിക്യൂഷൻ വിസ്തരിച്ച 103 സാക്ഷികളിൽ 24 പേർ പ്രതികളുടെ സ്വാധീനത്തിനും കടുത്ത സമ്മർദ്ദത്തിനും വഴങ്ങി കോടതിയിൽ കൂട്ടത്തോടെ കൂറുമാറി. മുൻപ് മജിസ്ട്രേറ്റിന് മുന്നിൽ രഹസ്യമൊഴി നൽകിയവർ പോലും വിസ്താരവേളയിൽ പ്രതികളെ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. എന്നാൽ ഈ പ്രതികൂല സാഹചര്യങ്ങളെയും ഡിജിറ്റൽ തെളിവുകളുടെ സഹായത്തോടെ പ്രോസിക്യൂഷൻ മറികടന്നു. തുടർന്ന് 5 വർഷത്തെ നീണ്ട വിചാരണയ്ക്കൊടുവിൽ 2023 ഏപ്രിൽ 5-നാണ് വിചാരണ കോടതി പ്രതികൾക്ക് 7 വർഷം തടവ് ശിക്ഷ ഉത്തരവിട്ടത്. ഈ ശിക്ഷ പോരാ എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചതും ഇപ്പോൾ ചരിത്രപരമായ വിധി നേടിയെടുത്തതും. ജസ്റ്റിസുമാരായ രാജവിജയരാഘവൻ, KV ജയകുമാർ എന്നിവരുടെ ഡിവിഷൻ ബെഞ്ചാണ് ഈ സുപ്രധാന വിധി പ്രസ്താവിച്ചത്. വിധി വരുന്ന പശ്ചാത്തലത്തിൽ മധുവിന്റെ അമ്മ മല്ലിക്കും സഹോദരി സരസുവിനും പോലീസ് പ്രത്യേക സംരക്ഷണം ഏർപ്പെടുത്തിയിരുന്നു.